ജാഹിലിയത്തിലെ പെണ്ണിൻ്റെ അവസ്ഥ എന്താണ്? ഓൾക്ക് അനന്തര സ്വത്തുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ജാഹിലിയത്തിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം വന്നു തിരുത്തി. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ച അവകാശമാണ്. അത് ലംഘിക്കാൻ പറ്റൂല. പെണ്ണിന് സ്വത്തവകാശമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ജാഹിലിയത്തിൽ ആ അവകാശം ഉണ്ടായിരുന്നില്ല. ജാഹിലിയത്തിലെ തൊലാഖിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഈ ആണിന് തോന്നുമ്പോഴൊക്കെ തൊലാഖല്ല, അവർക്ക് തോന്നുമ്പോഴൊക്കെ തിരിച്ചെടുക്കാം. പെണ്ണിനൊരു വിലയില്ല. ഇസ്ലാം ഒന്നു തിരുത്തി. അത്തൊലാഖു മർറതാൻ ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. അങ്ങനെ തോന്നിയ പോലെ തൊലാഖല്ലാനും തോന്നിയ പോലെ തിരിച്ചെടുക്കാനും പറ്റൂല. പെണ്ണിനൊരു നിലയും വിലയുണ്ട്. അത് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. അല്ലെ, പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം വരെ അറബികളിൽ പലരും നിഷേധിച്ചിരുന്നു. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ضل വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. നിങ്ങൾക്കിതാ ഒരു പെൺകുട്ടി ജനിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ജനിച്ചതെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ഓരോ കണ്ണുമോറൊക്കെ കറുക്കുന്ന പറഞ്ഞത്. കണ്ണുമോറ് ഇരുണ്ടുപോകും. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു അപമാനമായിട്ട് അവർ കണ്ടിരുന്നു. ജീവനോടുകൂടി ആ കുട്ടിയെ അവർ കുഴിച്ചു മൂടിയിരുന്നു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട ആ പെൺകുട്ടികൾ ചോദിക്കും നിങ്ങളോട്, എന്ത് തെറ്റിൻ്റെ പേരിലാണ് അവർ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്. അവരുടെ കാര്യത്തിൽ ചോദ്യമുണ്ട്. ഇസ്ലാം തിരുത്തി.